ഹലോ ഗൈസ്, നമുക്കിന്നൊരു അടിപൊളി ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബസുമതി റൈസാണ്. ഈ സൈസിൽ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കാം. അരി കഴുകി വെള്ളം ഒഴിച്ച് വെക്കണം. നന്നായി ചോപ്പായി വന്നിട്ടുണ്ട്. ഇനി ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കാവുന്നതാണ്. ഇനി റൈസ് വെക്കാൻ ആവശ്യമായിട്ടുള്ള പോട്ട് എടുത്തിട്ട് ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, വലിയ ജീരകം, പിന്നെ ഒരു സ്റ്റാർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരട്ടെ. പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഗോൾഡൻ കളറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാനിതപ്പോൾ ഒരു സ്പൂൺ ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് മൂത്ത് അതിൻ്റെ കുക്കായി വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 സ്പൂൺ കാശ്മീരി മുളക്, പിന്നെ അത്ര തന്നെ അല്ലാതെ എരിയുള്ള മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മുളക് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1 സ്പൂണ് ഗരം മസാലയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇനി മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാല ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. ഇനി ടൊമാറ്റോയും നന്നായി ഒന്ന് കുക്കായി വരട്ടെ. തക്കാളിയുടെ പച്ചമണം എല്ലാം മാറണം. ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ടൊമാറ്റോ എല്ലാം വെന്ത് ഒരു എണ്ണ തെളിയുന്ന പാകം എന്ന് പറയില്ലേ, ഏകദേശം ആ പാകമാണ് ആവേണ്ടത്. എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകി വെച്ചിട്ടുള്ള അരി വാർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിയും മസാലയും നന്നായി മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളകിയെടുക്കണം. അരിയുടെ എല്ലാ ഭാഗത്തും മസാല എത്തണം. അരി ഒന്ന് റോസ്റ്റ് ആവും കൂടെ വേണം. ആ ഒരു പാകമാണ് വേണ്ടത്. ഇതിപ്പോൾ എല്ലായിടും മസാലക്കായി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 8 ഗ്ലാസ് വെള്ളം ഞാൻ നന്നായി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു അര മുറി നാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അരിയൊന്നും ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ ഒരു പിടി പുതിന ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കണം, മറക്കരുത്. ഉപ്പ് ഒരു പിടി മുന്തി നിൽക്കണം, അതാണ് അതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് ഞാനൊരു അര സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതൊന്ന് തിള വരുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് നന്നായി വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അരിയെല്ലാം നല്ല വിട്ട് വരുന്ന ഭാഗം തന്നെയാണ്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ചോറെല്ലാം വറ്റെല്ലാം വിട്ട് വരുന്നുണ്ട്.